ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, അടിപൊളിയായിട്ട് നിങ്ങൾ ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സീഡ്സ് ഓഫ് ലൈഫ് അഥവാ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്നത്. വലിയൊരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് അല്ലേ. അപ്പൊ ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മക്കൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യം നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ ഇതാണ്, ദാ നോക്കിയേ നിങ്ങൾ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ലീവ്സ് ആൻഡ് റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക്. കുറച്ച് പ്ലാന്റ്സിന്റെ റൂട്ട്സും തന്നിട്ടുണ്ട്, ലീവ്സും തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ പ്ലാന്റ്സ് ആണ്? ഗ്രീൻ ഗ്രാം ഉണ്ട്, മാംഗോ, കോക്കനട്ട് ആൻഡ് ബാംബു അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? പയറ്, മാങ്ങ, തെങ്ങ്, മുള. അപ്പൊ ഇത്രയും ആൾക്കാരുടെ ഇലകളും തന്നിട്ടുണ്ട്, വേരും തന്നിട്ടുണ്ട്. നമ്മളോട് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞതാണ്, അതായത് സൂക്ഷിച്ച് നമ്മൾ നോക്കണം. ഏതാ നമ്മുടെ ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഇമേജ് ആൻഡ് ഐഡന്റിഫൈ ടു പ്ലാന്റ്സ് വിത്ത് ദ സെയിം വിനേഷൻ പാറ്റേൺ. യെസ്, അതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ചിത്രം നിരീക്ഷിച്ചിട്ട് ഒരേ സിരാവിന്യാസമുള്ള രണ്ട് പ്ലാന്റ്സിന്റെ ഗ്രൂപ്പുകൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. രണ്ട് സസ്യങ്ങൾക്ക് ഒരേ വിനേഷൻ ഉണ്ട്, അത് ആരാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വിനേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? റെറ്റിക്കുലേറ്റ് വിനേഷനും ഉണ്ട്, പാരലൽ വിനേഷനും ഉണ്ട് അല്ലെ. അഥവാ ജാലിക സിരാവിന്യാസവും ഉണ്ട്, സമാന്തര സിരാവിന്യാസവും ഉണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇതാ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം മിസ്. എന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതാ നോക്കിയേ, ആദ്യം തന്നെ നമ്മുടെ പയറിന്റെ ഇലയാണുള്ളത് അല്ലെ. ഗ്രീൻ ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ പയറിന്റെ ഇലയാണ്. ആ പയറിന്റെ ഇല നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ ഇലയുടെ പ്രത്യേകത എന്താ? ദാ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഇല നമ്മൾ ഇതാ സൂം ചെയ്തതാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ നോക്കിയേ നിങ്ങൾ, എന്താ അവസ്ഥ? എന്താ? ദാ ഈ പറയുന്ന യെസ് വിനേഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. എന്താണ്? അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ 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 ഒരു നെറ്റ്വർക്ക് ലൈക്ക് വിനേഷൻ നമുക്ക് ദാ ഈ പ്ലാന്റിന്റെ ഈ ഒരു ലീഫിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണെന്ന് നമുക്ക് അറിയാം. ഈ ഇതേപോലെ വരുന്നത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ലീഫ് അല്ലേ, നോക്കി അടുത്ത ഇല ഞാനിതാ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. എഗെയിൻ നിങ്ങൾ നോക്കിക്കേ, ഇവിടെയും ദാ ഏത് രീതിയിലാണ് നമ്മുടെ വിനേഷൻ കിടക്കുന്നത് എന്ന് നോക്കിയേ നിങ്ങൾ. ഇതും ഏത് രീതിയിലാണുള്ളത്? ഇതും റെറ്റിക്കുലേറ്റ് ആണ് അല്ലെ, അതായത് ജാലിക സിരാവിന്യാസമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് ആൾക്കാർ ഏതാ നോക്കിയേ നിങ്ങൾ. ഒന്ന് എന്താണ്? നമ്മുടെ തെങ്ങോലയാണ് അല്ലെ, കൊക്കനറ്റ് ട്രീ ആയിരുന്നു. അപ്പൊ ഇതിന്റെ ലീഫിന്റെ പ്രത്യേകത നമുക്കറിയാം. ഓരോ ലീഫും നോക്കുന്ന സമയത്ത് ഇങ്ങനെ പാരലലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംബു ആണെങ്കിലും അല്ലെ, ഒരു ലീഫേ നമ്മൾ എടുക്കുള്ളൂ. ആ ഒരൊറ്റ ലീഫ് നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെയും എന്താണ്? പാരലാണ്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി, നമ്മുടെ ഗ്രീൻ ഗ്രാമും നമ്മുടെ മാംഗോയും അല്ലെ, നമ്മുടെ പയറും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയുടെ അല്ലെ, നമ്മുടെ മാവിന്റെ ഇലയും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ്? യെസ്, ഒരേ ടൈപ്പ് ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് പേരെ നമുക്ക് അടുത്ത ബോക്സിൽ ഞാനിതാ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്യാണല്ലോ നമ്മള്. അപ്പൊ ഈ കോക്കനറ്റിന്റെയും അതേപോലെ തന്നെ ബാമ്പുവിന്റെയും എന്താണ്? ഒരേ ടൈപ്പ് വിനേഷൻ ആണ്. ഇത് തന്നെ നമുക്ക് റൂട്ട് നോക്കിയാലും മനസ്സിലാവും. കാരണം റൂട്ട് വെച്ച് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഇവരുടേത് എന്താണ്? ഇവരുടെ രണ്ടുപേരുടെയും റൂട്ട് നോക്കിക്കേ നിങ്ങൾ. ടാപ്പ് റൂട്ട് ആണ് അല്ലെ, തായ്വേരാണ്. ഇവരുടെ രണ്ടുപേരുടെ നോക്കുന്ന സമയത്ത് എന്താണ്? അത് നാരുവേര് പഴലമാണ്, അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് ആണ്. അപ്പൊ ഇതന്നെയാണ് നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്, ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? റൈറ്റ് ദ നെയിംസ് ഓഫ് ദ വിനേഷൻ പാറ്റേൺ ആൻഡ് റൂട്ട് സിസ്റ്റം ഇൻ ഈച്ച് പ്ലാന്റ് അല്ലെ. ഓരോന്നിന്റെയും സിരാവിന്യാസത്തിന്റെ പേരും അതോടൊപ്പം തന്നെ അതിന്റെ വേരുപടലത്തിന്റെ പേരും നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഗ്രീൻ ഗ്രാം ആണ്. ഗ്രീൻ ഗ്രാം നമുക്കറിയാം അല്ലെ, എന്താണ്? റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണെന്ന് ഓൾറെഡി നമ്മൾ ഇതാ ഇപ്പൊ കണ്ടു കഴിഞ്ഞു. അപ്പൊ മിസ് ഇവിടെ എഴുതാം. എന്താണ്? റെറ്റിക്കുലേറ്റ് അല്ലെ, റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണ്. നമുക്ക് നമ്മുടെ പെന്നിന്റെ യെസ് തിക്നെസ് കുറച്ചൊന്ന് കുറയ്ക്കാം. അപ്പൊ റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിക്കുലേറ്റിന്റെ മലയാളം എന്താണ്? റെറ്റിക്കുലേറ്റ് വിനേഷന്റെ യെസ് എന്താണ്? ജാലിക സിരാവിന്യാസമാണ് അല്ലെ. അപ്പൊ ജാലിക സിരാവിന്യാസം. ഞാൻ പൂച്ചമാന്തിയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ. ആൻഡ് റൂട്ട് സിസ്റ്റം നമുക്കറിയാം ടാപ്പ് റൂട്ട് ആണ് അല്ലെ. ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ എന്താണ്? തായ്വേര് പടലമാണ്. യെസ്, തായ്വേര് പടലമാണ്. കാരണം ഇതന്നെ നമുക്കറിയാം, ഇതെപ്പോഴും ഇങ്ങനെ മാത്രമേ വരുള്ളൂ അല്ലെ. റെറ്റിക്കുലേറ്റ് ആണെങ്കിൽ തായ്വേരാണ്. അടുത്തത് മാംഗോ. മാംഗോന്റെതും ഈവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ജാലിക സിരാവിന്യാസം അല്ലെങ്കിൽ എന്താണ്? തായ്വേരാണ്. കാരണം ഇവർ രണ്ടുപേരും ഒരേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെന്ന് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തത് ആരാണ്? അടുത്തത് കോക്കനറ്റ് ആയിരുന്നു. കോക്കനറ്റിൽ നമുക്കറിയാം എന്താണ്? പാരലൽ
വിനേഷൻ ആണ് അല്ലെ. പാരലൽ വിനേഷൻ അതായത് എന്താണ്, സമാന്തര സിരാവിന്യാസമാണ്. സമാന്തര സിരാവിന്യാസം അല്ലെ. അപ്പൊ സമാന്തര സിരാവിന്യാസം എന്ന് പറയുമ്പം നമ്മുടെ അതിന്റെ റൂട്ട് നോക്കുന്ന സമയത്ത് എന്താണ്, ഫൈബ്രസ് റൂട്ടാണ് അല്ലെ. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അല്ലെ. നാരുവേര് പടലമാണ്. അപ്പൊ നാരുവേര് പടലം അല്ലെങ്കിൽ എന്താണ്, യെസ് നാരുവേര് എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നാരുവേര് അല്ലെങ്കിൽ നാരുവേര് പടലം അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കാം. ഇനി അടുത്തത് മുള, ബാമ്പു ചോദിച്ചു കഴിഞ്ഞാലും ഈവൻ നമുക്ക് അറിയാം, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, സമാന്തര സിരാവിന്യാസം അല്ലെങ്കിൽ നാരുവേര് പടലമാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ബാച്ചിൽ ഇതാ ന്യൂ ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ചേർന്നിട്ട് കാര്യമുണ്ടോ എന്നാണെങ്കിൽ ഇനിയും നമുക്ക് എന്താണ് അവസരവും ഉണ്ട്. കാരണം നമുക്ക് ഇതാ അടിപൊളിയായിട്ട് റിവിഷൻ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലൈവ് ക്ലാസ്സിൻ്റെയോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാമും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കണം. കാരണം അടുത്ത കൊല്ലത്തേക്കൊക്കെ പോകുന്നതിന് ഒരു ബേസ് ആണ് അല്ലെ. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കിയിട്ട് പോകണം. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നമുക്ക് സൂപ്പർ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ എല്ലാവർക്കും ഇടാ താങ്ക് യു സോ മച്ച്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.